Junior Instructor Welder Daily MCQ Day 57. Which of the following is the only gas metal arc welding process parameters? Option A, long arc. Option B, stick out. Option C, short arc. Option D, dam electrode. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിലെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ചില കാര്യങ്ങൾ പാരാമീറ്റേഴ്സ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. നമുക്കിന് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ലോങ് ആർക്കും ഷോർട്ട് ആർക്കും എന്ന് പറയുന്നത് അതിനകത്ത് ഒരു പാരാമീറ്റർ അല്ല, അതിനകത്ത് ഉണ്ടാകുന്നൊരു ഫീച്ചറാണ്. ലോങ് ആർക്ക് ഒരു ഡിഫക്റ്റായിട്ട് ലീഡ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. അതേസമയം ഷോർട്ട് ആർക്ക് ചില ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ മോഡ്സ്, എക്സാമ്പിൾ ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ്ഫർ മോഡിൽ നമ്മൾ ഷോർട്ട് ആർക്കാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അതൊരു പ്രോസസ് പാരാമീറ്റർ അല്ല. സ്റ്റിക്ക് ഔട്ട് എന്ന് പറയുന്നത് പക്ഷേ ഒരു പ്രോസസ് പാരാമീറ്ററാണ്. കാരണം അതെന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ട്യൂബിൽ നിന്ന് ഇലക്ട്രോഡ് വയർ വരെയുള്ള എക്സ്റ്റൻഷൻ, ആ ഇലക്ട്രോഡിൻ്റെ എക്സ്റ്റൻഷൻ ലെങ്ത് ആണ് ഈ പറയുന്നത്. അപ്പോൾ അത് ഇലക്ട്രിക് റെസിസ്റ്റൻസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഡിപ്പെൻഡിങ് പ്രോസസ് പാരാമീറ്റർ. അതേസമയം ഡാം ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫക്റ്റിനെയാണ് നമ്മൾ ഡാം ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അത് കണ്ടാമിനേറ്റഡ് ആയ ഇലക്ട്രോഡിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് മോയ്സ്ചറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് വെൽഡ് പുള്ളിലേക്ക് പോവും, അത് കാരണം പോറോസിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു ഡിഫക്റ്റാണ്. ഇപ്പോൾ ലോങ് ആർക്കും ഷോർട്ട് ആർക്കും ഒരു ഫീച്ചറാണ്. ഡാം ഇലക്ട്രോഡ് എന്ന് പറഞ്ഞൊരു ഡിഫക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് പ്രോസസ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഈ ഓപ്ഷനിൽ നിന്ന് സ്റ്റിക്ക് ഔട്ട് മാത്രമാണ് പ്രോസസ് പാരാമീറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി സ്റ്റിക്ക് ഔട്ടാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇതിനകത്ത് പ്രോസസ് പാരാമീറ്ററാണ് ചോദിച്ചിരിക്കുന്നത്.